299 കോടി രൂപ ഊരാളുങ്കലിന് കരാറിനായി കൊടുത്താലും CMDRFൽ ബാക്കി 475 കോടി രൂപ വരും. 20 മാസമായി 6000 രൂപ വെച്ച് വാടക, 9000 രൂപ വീതം കുടുംബത്തിലെ 2 പേർക്ക്, 1000 രൂപയുടെ ഫുഡ് കൂപ്പൺ, അങ്ങനെ 25000 രൂപയോളം ഒരു കുടുംബത്തിന്. വീട് നൽകുന്നത് 327 കുടുംബങ്ങൾക്കാണെങ്കിലും 25000 പ്രതിമാസ സഹായം 1000 പേർക്ക് എന്ന് കൂട്ടാം. എത്ര വരും? 25000 ഇൻറ്റു 1000 ഇൻറ്റു 20 മാസം 50 കോടി. ഇനി എത്ര ബാക്കിയുണ്ടാകും അങ്ങനെയാണെങ്കിൽ? 475 മൈനസ് 50, അതായത് 425 കോടി. ദുരന്ത സമയത്ത് നൽകിയ സൗജന്യ ചികിത്സാ സംസ്കാരം എല്ലാം ചേർത്താൽ 60 കോടിയോളം രൂപ വരും. വായ്പ എഴുതിത്തള്ളിയ ഇനത്തിൽ എല്ലാ ധനകാര്യ സ്ഥാപനങ്ങൾക്കുമായി സർക്കാർ നൽകിയത് 18.76 കോടി. എങ്കിൽ പോലും ബാക്കി 346 കോടി രൂപ CMDRFൽ ഉണ്ടാകേണ്ടതാണ്. കർണാടക സർക്കാരിന്റെ 20 കോടിയടക്കം നേരിട്ടുള്ള മറ്റ് സ്പോൺസർഷിപ്പുകൾ കൂടി ഉൾപ്പെടുത്തിയാൽ ഏതാണ്ട് 30 കോടി എന്നാണ് പുതിയ ഏകദേശ കണക്ക്. ഇതും കൂടി ചേർത്താൽ CMDRFൽ 376 കോടി എന്നാണ് കണക്കാക്കേണ്ടത്. ഹൈക്കോടതി കേന്ദ്ര സഹായത്തിലും കടം തള്ളലിലും ഇടപെട്ടിരുന്നു. ഹെലികോപ്റ്റർ വാടക അടക്കം നൽകാനുള്ള തുകയെല്ലാം കേരളം ബോധിപ്പിച്ചപ്പോഴാണ് ഹൈക്കോടതി ഇടപെടൽ അത് ഒഴിവാക്കി SDRFലെ 120 കോടി കൂടി വയനാടിന് മാത്രമായി എടുക്കാൻ അനുമതി കിട്ടിയത്. ഫണ്ടിന്റെ ഉപാധികളനുസരിച്ച് റോഡ്, പാലം പണികൾക്കൊക്കെ അത് ഉപയോഗിക്കുകയും ചെയ്യാം. ഇതിനുശേഷം പ്രത്യേകമായി പദ്ധതികൾ തയ്യാറാക്കി കേരളം അപേക്ഷ നൽകി. 2000 കോടി ചോദിച്ചു. 260.65 കോടി രൂപ കേന്ദ്രം അനുവദിച്ചു. അതും വയനാട്ടിലെ ദുരന്തബാധിത മേഖലയ്ക്ക് മാത്രമായി ഉപയോഗിക്കണം. ഇതുകൂടാതെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി 529 കോടി രൂപയുടെ പലിശരഹിത വായ്പയുമുണ്ട്. ഇത്രയേറെ പണം വയനാടിനായി കയ്യിലിരിക്കുമ്പോൾ ഈ കഴിഞ്ഞ 20 മാസത്തിൽ ഒരാളെ പോലും നമുക്ക് താമസിപ്പിക്കാനായിട്ടില്ല. കേന്ദ്രം കുറെ കൂടി സഹായം തരേണ്ടതാണ്, അതിൽ ഒരു സംശയവുമില്ല. ആ പണത്തിനായി നമുക്ക് ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കാം. കിട്ടിയ പണം ദാ ഇങ്ങനെയൊക്കെയാണ് ചെലവാക്കുന്നത് എന്ന് വീശി എറിഞ്ഞു കാണിച്ച് കൂടുതൽ ചോദിക്കാൻ കേരളത്തിന് കഴിഞ്ഞിട്ടുമില്ല. വിശദമായ കൃത്യമായ കണക്കുകൾ, സുതാര്യമായ കരാറുകൾ, സർവോപരി നിരാലംബരായിപ്പോയ മനുഷ്യരുടെ പുതുജീവിതം ഇത് കൺമുന്നിൽ വരണം. അത് വരുന്നതുവരെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ശവം തൂക്ക് കളിക്കുന്നവരെ കണ്ടുകൊണ്ടിരിക്കാം. ആർക്കും വസ്തുതകളിലും സുതാര്യതകളിലും താൽപര്യമില്ലല്ലോ. പക്ഷേ നാം സാധാരണക്കാരുടെ കൺമുന്നിൽ ഈ കാഴ്ചകളെല്ലാം കൃത്യമായി ഉണ്ടായിരിക്കണം. $299 കോടി രൂപ ഊരാളുങ്കലിന് കരാറിനായി കൊടുത്താലും CMDRFൽ ബാക്കി 475 കോടി രൂപ വരും. 20 മാസമായി 6000 രൂപ വെച്ച് വാടക, 9000 രൂപ വീതം കുടുംബത്തിലെ 2 പേർക്ക്, 1000 രൂപയുടെ ഫുഡ് കൂപ്പൺ, അങ്ങനെ 25000 രൂപയോളം ഒരു കുടുംബത്തിന്. വീട് നൽകുന്നത് 327 കുടുംബങ്ങൾക്കാണെങ്കിലും 25000 പ്രതിമാസ സഹായം 1000 പേർക്ക് എന്ന് കൂട്ടാം. എത്ര വരും? 25000 ഇൻറ്റു 1000 ഇൻറ്റു 20 മാസം 50 കോടി. ഇനി എത്ര ബാക്കിയുണ്ടാകും അങ്ങനെയാണെങ്കിൽ? 475 മൈനസ് 50, അതായത് 425 കോടി. ദുരന്ത സമയത്ത് നൽകിയ സൗജന്യ ചികിത്സാ സംസ്കാരം എല്ലാം ചേർത്താൽ 60 കോടിയോളം രൂപ വരും. വായ്പ എഴുതിത്തള്ളിയ ഇനത്തിൽ എല്ലാ ധനകാര്യ സ്ഥാപനങ്ങൾക്കുമായി സർക്കാർ നൽകിയത് 18.76 കോടി. എങ്കിൽ പോലും ബാക്കി 346 കോടി രൂപ CMDRFൽ ഉണ്ടാകേണ്ടതാണ്. കർണാടക സർക്കാരിന്റെ 20 കോടിയടക്കം നേരിട്ടുള്ള മറ്റ് സ്പോൺസർഷിപ്പുകൾ കൂടി ഉൾപ്പെടുത്തിയാൽ ഏതാണ്ട് 30 കോടി എന്നാണ് പുതിയ ഏകദേശ കണക്ക്. ഇതും കൂടി ചേർത്താൽ CMDRFൽ 376 കോടി എന്നാണ് കണക്കാക്കേണ്ടത്. ഹൈക്കോടതി കേന്ദ്ര സഹായത്തിലും കടം തള്ളലിലും ഇടപെട്ടിരുന്നു. ഹെലികോപ്റ്റർ വാടക അടക്കം നൽകാനുള്ള തുകയെല്ലാം കേരളം ബോധിപ്പിച്ചപ്പോഴാണ് ഹൈക്കോടതി ഇടപെടൽ അത് ഒഴിവാക്കി SDRFലെ 120 കോടി കൂടി വയനാടിന് മാത്രമായി എടുക്കാൻ അനുമതി കിട്ടിയത്. ഫണ്ടിന്റെ ഉപാധികളനുസരിച്ച് റോഡ്, പാലം പണികൾക്കൊക്കെ അത് ഉപയോഗിക്കുകയും ചെയ്യാം. ഇതിനുശേഷം പ്രത്യേകമായി പദ്ധതികൾ തയ്യാറാക്കി കേരളം അപേക്ഷ നൽകി. 2000 കോടി ചോദിച്ചു. 260.65 കോടി രൂപ കേന്ദ്രം അനുവദിച്ചു. അതും വയനാട്ടിലെ ദുരന്തബാധിത മേഖലയ്ക്ക് മാത്രമായി ഉപയോഗിക്കണം. ഇതുകൂടാതെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി 529 കോടി രൂപയുടെ പലിശരഹിത വായ്പയുമുണ്ട്.
ഇത്രയേറെ പണം വയനാടിനായി കയ്യിലിരിക്കുമ്പോൾ ഈ കഴിഞ്ഞ 20 മാസത്തിൽ ഒരാളെ പോലും നമുക്ക് താമസിപ്പിക്കാനായിട്ടില്ല. കേന്ദ്രം കുറെ കൂടി സഹായം തരേണ്ടതാണ്, അതിൽ ഒരു സംശയവുമില്ല. ആ പണത്തിനായി നമുക്ക് ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കാം. കിട്ടിയ പണം ദാ ഇങ്ങനെയൊക്കെയാണ് ചെലവാക്കുന്നത് എന്ന് വീശി എറിഞ്ഞു കാണിച്ച് കൂടുതൽ ചോദിക്കാൻ കേരളത്തിന് കഴിഞ്ഞിട്ടുമില്ല. വിശദമായ കൃത്യമായ കണക്കുകൾ, സുതാര്യമായ കരാറുകൾ, സർവോപരി നിരാലംബരായിപ്പോയ മനുഷ്യരുടെ പുതുജീവിതം, ഇത് കൺമുന്നിൽ വരണം. അത് വരുന്നതുവരെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ശവം തൂക്ക് കളിക്കുന്നവരെ കണ്ടുകൊണ്ടിരിക്കാം. ആർക്കും വസ്തുതകളിലും സുതാര്യതകളിലും താല്പര്യമില്ലല്ലോ. പക്ഷേ നാം സാധാരണക്കാരുടെ കൺമുന്നിൽ ഈ കാഴ്ചകളെല്ലാം കൃത്യമായി ഉണ്ടായിരിക്കണം.